ഹേ ഗൈസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ക്രിസ്മസ് റിലീസായിട്ട് വന്ന ഒരു സിനിമ സർവം മായ, റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ അഖിൽ സത്യൻ. നമ്മുടെ സത്യനന്ദിക്കാടിന്റെ മകനാണ്. നിവിൻ പോളി, അജു വർഗീസ്, ജനാർദ്ദനൻ ചേട്ടൻ, പിന്നെ നമ്മുടെ വിനീത് ഉണ്ട്. സിനിമയിൽ മെയിൻ ഫീമെയിൽ ലീഡ് റോള് ചെയ്തിരിക്കുന്നത് റിയ ഷിബു എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരിയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, മുറ എന്ന് പറഞ്ഞ സിനിമയെ പ്രൊഡ്യൂസ് ചെയ്ത പുള്ളിക്കാരിയാണ്. അടിപൊളിയായിരുന്നു, ക്യൂട്ടായിരുന്നു, ആക്ടിങ് വൈസ് ഓക്കെ ആയിരുന്നു, നന്നായി അഭിനയിച്ചിട്ടുണ്ട്. മ്യൂസിക് ബൈ ജസ്റ്റിൻ പ്രഭാകർ. ഇൻ്റർവെല്ലും ടുവേർഡ്സ് ദ എൻഡ് മൂവിയിൽ മ്യൂസിക് വൈസൊക്കെ അടിപൊളിയായിരുന്നു. സിനിമാറ്റോഗ്രഫി ബൈ ശരൺ വേലായുധൻ നായർ. സിനിമാറ്റോഗ്രഫി അടിപൊളിയായിരുന്നു, എക്സെപ്ഷ്യലി നല്ല കിടിലൻ ഫ്രെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു മൂവിയിൽ. നാട്ടുമ്പുറം കാണിക്കണമെങ്കിലും ആ നാലുകെട്ട് തറവാട്, ആ തറവാട്ടിലെ കുളം, അമ്പലക്കുളം, ഇതൊക്കെ കാണിക്കുമ്പോഴാണെങ്കിലും നമ്മൾ നമ്മുടെ അവിടെ എത്തി എന്നുള്ള ആ ഒരു ഫീല് നമ്മുടെ മനസ്സിൽ ഉണ്ടാവും. എഡിറ്റഡ് ബൈ അഖിൽ സത്യൻ ആൻഡ് രതിൻ രാധാകൃഷ്ണൻ. അപ്പോൾ പുള്ളി എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഓവറോൾ നോക്കുമ്പോൾ പ്ലോട്ട് ഒഴിച്ച് ബാക്കിയെല്ലാം കിടിലമാണ്. നിവിൻ പോളിൻ്റെ കുറച്ച് സാധനങ്ങൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ കംബാക്ക് എന്നൊന്നും ഞാൻ പറയുന്നില്ല, വളരെ ലിമിറ്റഡ് പോർഷൻസിൽ മാത്രം അങ്ങനെ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ തുടക്കത്തിൽ ഫസ്റ്റ് ഹാഫിൽ നല്ല നല്ല സ്ക്രീൻസ് ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ നല്ലപോലെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അവർ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി ഇതൊക്കെ റീഗെയിൻ ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു സിമ്പിൾ പടം. ഒരു കഥയോ കാര്യമോ ഇതൊന്നും നോക്കാതെ നിങ്ങൾ സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശപ്പെടുകയില്ല. ഒരു ഫീൽ ഗുഡ് സിനിമ കണ്ട ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു സർവമായ എന്ന് പറഞ്ഞ ഒരു ടൈറ്റിൽ എന്താണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്, അത് നല്ലപോലെ മനസ്സിലാക്കിയിട്ട് സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ സിനിമ നന്നായിട്ട് വർക്കൗട്ട് ആവും.